അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ഇന്ന് ആഷാഢമാസത്തിലെ പൗർണമി ദിനമാണ്. ഗുരുപൂർണിമയായിട്ട് ഭാരതം ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ആശ്രമങ്ങളിലും വിദ്യാലയങ്ങളിലും വിജ്ഞാനം പകർന്നു നൽകുന്ന മറ്റ് സ്ഥാപനങ്ങളിലും വീടുകളിലും ദേവാലയങ്ങളിലും എന്നുവേണ്ട എല്ലായിടത്തും ഇന്ന് ഗുരുപൂർണിമ ആചരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അതിരുകളില്ലാത്ത ഈ മഹാപ്രപഞ്ചത്തിൽ അതിർത്തികൾ നിർണയിച്ചുകൊണ്ട് അനേകം രാജ്യങ്ങളും രാഷ്ട്രങ്ങളും രൂപീകൃതമായിട്ടുണ്ട് മനുഷ്യനാൽ. അങ്ങനെ പല രാജ്യങ്ങളും രാഷ്ട്രങ്ങളുമുണ്ട്. ഭാരതവും മനുഷ്യനാൽ രൂപീകൃതമായതല്ല, പ്രകൃതിയാൽ രൂപീകൃതമായിട്ടാണ് നമ്മുടെ രാഷ്ട്രം നിലനിൽക്കുന്നത്. ഭാരതത്തിൻ്റെ അതിർത്തികൾ അത് പ്രകൃതിയാലുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ രാഷ്ട്രം എന്ന് പറയണത്. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ എന്ന് വിഷ്ണുപുരാണത്തിലെ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളെയും രാഷ്ട്രങ്ങളെയും പോലെ തന്നെ ഒരു ഭരണഘടനയുണ്ട്. ഡോക്ടർ അംബേദ്കർ മുതലായ മഹാത്മാക്കൾ അവരുടെ മനോമണ്ഡലങ്ങളിലൂടെ ലഭിച്ച അറിവുകളെ ആധാരമാക്കിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഭരണഘടന വളരെ ശ്രേഷ്ഠമായാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയെ ലോകം നോക്കിക്കാണുന്നത്. ആ ഭരണഘടനയെ ഭരണഘടനാ ശില്പികൾക്ക് സംഭാവന ചെയ്യുവാൻ പ്രേരിതമായിട്ടുള്ള ഘടകം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ആ ഭരണഘടന രൂപീകൃതമാകുന്നതിന് മുൻപ് ഒരു അലിഖിതമായ ഭരണഘടന ഭാരതത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ അലിഖിതമായ ഭരണഘടനയുടെ പ്രേരണ കൊണ്ടാണ് ഭരണഘടനാ ശില്പികൾക്ക് ഇത്രയും ഉദാത്തമായിട്ടുള്ള ഒരു ഭരണഘടന, ലിഖിത ഭരണഘടന സംഭാവന ചെയ്യുവാൻ സാധിച്ചത്. അതെന്താണ് ഈ അലിഖിതമായ ഭരണഘടന എന്നാണെങ്കിൽ അതിനെ ധർമ്മം എന്ന് പറയുന്നു. ധർമ്മം നമുക്കറിയാം, ഭാരതത്തിൽ ജനിക്കുന്ന ഓരോ ആളിൻ്റെയും ഒരു ജീവിത രീതിയുണ്ട്. അത് കേവലം ജീവിച്ചു തീർക്കുക എന്നുള്ളതല്ല, മറിച്ച് ധർമ്മം, അർത്ഥം, കാമം അതുവഴി മോക്ഷത്തിലേക്ക് എത്തി കേവലം മൃഗതുല്യനായിട്ടുള്ള മനുഷ്യൻ അത് ഉദാത്തമായിട്ടുള്ള മാനുഷിക മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനാകുകയും ആ മനുഷ്യൻ ഈശ്വരീയമായ തലത്തിലേക്ക് ഉയരുകയും ചെയ്യണം. ഇതാണ് ധർമ്മം, അർത്ഥം. ധർമ്മമനുസരിച്ച് സമ്പത്ത് കണ്ടെത്തുക, ആ സമ്പത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ധാർമ്മികമായി തന്നെ ജീവിച്ചുകൊണ്ട് ആഗ്രഹങ്ങൾ സഫലീകരിക്കുക. അതുവഴി മോക്ഷതലത്തിലേക്ക്, മുക്തിതലത്തിലേക്ക്, സമാധിസ്ഥമായ അവസ്ഥയിലേക്ക് ഒരു വ്യക്തി ഉയരുക. ഇതിന് ഉപോത്ബലകമായി നിൽക്കുന്ന അനേകം ധർമ്മത്തിൻ്റെ പ്രഭാവത്തിനടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാരപ്രഭവോ ധർമ്മ. ധർമ്മം ഉയരുവാൻ, ഉണരുവാൻ, ശക്തി പ്രാപിക്കുവാൻ എന്താണ് അടിസ്ഥാനം? അത് ആചാരങ്ങളാണ്. അങ്ങനെയുള്ള ആചാരങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. അതിലൊരു ആചാരമായിട്ട്, ഒരനുഷ്ഠാനമായിട്ട് ധർമ്മത്തെ ഏറ്റവും ഉദാത്തമായ അവസ്ഥയിലേക്ക് മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അനുഷ്ഠാനമായിട്ടാണ്, പല അനുഷ്ഠാനങ്ങളുമുണ്ട്. അതിലൊന്നാണ് നമ്മൾ ആഷാഢ പൗർണമി, ആഷാഢ മാസത്തിലെ പൗർണമി ദിനത്തിൽ ഗുരുപൂർണിമയായിട്ട് ആചരിക്കുന്നത്. ആഘോഷിക്കുന്നതല്ല, ആചരിക്കുന്നതാണ്. നമുക്ക് ആഘോഷങ്ങളല്ല, ആചരങ്ങളാണ്. ആചാരങ്ങളാണ്, ആചരണങ്ങളാണ്. അതിനാണ് പ്രാധാന്യം. ആ ആചരണങ്ങളിലൂടെ അതൊരു ആഘോഷമായി മാറുക എന്നുള്ളതാണ്. വേദവ്യാസൻ മഹാഭാരതം, 18 പുരാണങ്ങൾ, മഹാഭാഗവതം, അങ്ങനെയുള്ള അനേകം ഗ്രന്ഥങ്ങൾ, ബ്രഹ്മസൂത്രം, അങ്ങനെയുള്ള അനേകം ഗ്രന്ഥങ്ങൾ രചിച്ച, ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന പരാശര മഹർഷിയുടെയും ഒരു മുക്കുവ സ്ത്രീയുടെയും മകനായിട്ട് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ദാരിദ്ര്യത്തിൻ്റെയും വിഷമങ്ങളുടെയും വേദനകളുടെയും ആകുലതകളുടെയും കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ ആ തലത്തിൽ നിന്ന് ഉയർന്നു വന്ന മഹാത്മാവിനെയാണ് ഭാരതം ലോകഗുരുവായി കണ്ട് ആരാധിക്കുന്നത്. അതാണ് വേദവ്യാസൻ. വേദങ്ങളെ വ്യസിച്ചവൻ, വേദങ്ങളെ അടുക്കും ചിട്ടയോടും കൂടി അതിനെ സംരക്ഷിച്ചവൻ. ആ വേദവ്യാസൻ്റെ ജന്മദിനമാണ് ഗുരുപൂർണിമയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ ബ്രഹ്മസൂത്രം എഴുതി തുടങ്ങിയ ആ ദിവസമാണ് ഗുരുപൂർണിമയായിട്ട് ആഘോഷിക്കുന്നതെന്ന് ചിലർ പറയുന്നു.
എന്തായാലും ശരി, ആഷാഢമാസത്തിലെ പൗർണമി, ഈ പൗർണമി ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ പൂർണിമ, ഗുരു പൂർണിമ എന്നാണ്. അപ്പോൾ പൗർണമിയായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വേദവ്യാസൻ്റെ ജന്മദിനം അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ ഗുരുപരമ്പരകളുടെ പിന്നിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവസാനം എത്തി നിൽക്കുന്നത് വേദവ്യാസനിലാണ്. കാരണം മഹാഭാരതം എന്ന മഹത് ഗ്രന്ഥം ഇന്ന് നമ്മൾ കാണുന്ന, ലോകത്തെവിടെയും കാണുന്ന വ്യക്തിത്വങ്ങളായാലും ശരി, ജീവിത പദ്ധതികളായാലും ശരി, ആചാരാനുഷ്ഠാനങ്ങളായാലും ശരി, എന്തൊക്കെ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം മഹാഭാരതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്രയും വിശിഷ്ടമായ ഒരു ഗ്രന്ഥത്തിനെ ഗ്രന്ഥം രചിക്കുവാൻ വേണ്ടിയിട്ട് വേദവ്യാസന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വേദവ്യാസൻ്റെ ജന്മദിനമാണ് നമ്മൾ വ്യാസപൗർണമി അല്ലെങ്കിൽ ഗുരുപൂർണിമ എന്നുള്ള നിലയ്ക്ക് ആചരിക്കുന്നത്. നമുക്കറിയാം, പണ്ട് മുതൽ തന്നെ ഗുരുക്കന്മാർക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ഇപ്പോൾ ഭാരതത്തെ തന്നെ ലോകഗുരു എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. ഭാരതം എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തെ തന്നെ ലോകഗുരു എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം ഗുരുക്കന്മാർക്ക്. നമുക്കറിയാം, പണ്ട് എല്ലാ രാജ്യങ്ങളിലും രാജാവിന് ശരിയായ ഉപദേശം കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യത്തിലും ഗുരുക്കന്മാരുണ്ടായിരുന്നു. ആനപ്പുറത്തിരുന്ന് എഴുന്നള്ളി വരുന്ന മഹാരാജാവ് നഗ്നപാതനായിട്ട് നടന്നു വരുന്ന ഗുരുവിനെ കാണുന്ന സമയത്ത് ആനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ആ ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന കാഴ്ച, അത് നമുക്ക് എക്കാലവും കാണുവാൻ സാധിക്കും. ഇന്നും ഭരണാധികാരികളടക്കമുള്ള ആളുകൾ, മഹാശാസ്ത്രജ്ഞന്മാർ, ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാരഥന്മാർ, അതുപോലെ തന്നെ ഈ ലോകത്തിന് വളരെ പ്രാധാന്യമുള്ള വിലയേറിയ സംഭാവനകൾ നൽകിയ ആളുകളെല്ലാം തന്നെ ഗുരുക്കന്മാരുടെ മുന്നിൽ പ്രണമിക്കുന്നവരാണ്, ഗുരുക്കന്മാരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള എപ്പോഴും ഗുരുക്കന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിൻ്റേത്. ശ്രേഷ്ഠമായിട്ടുള്ള നമ്മുടെ രാഷ്ട്രം പോലും ലോകത്തിന് വൈജ്ഞാനിക സമ്പത്ത് വാരി വിതറിയ അനേകം ഗുരുക്കന്മാരിലൂടെ അനേകം രാഷ്ട്രത്തിലെ ആളുകൾക്ക് പ്രകാശം നൽകിയ ഒരു ചരിത്രമാണ് ഭാരതത്തിനുള്ളത്. ഭക്ത സൂർദാസിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ, ഗുരുവും ഈശ്വരനും തൻ്റെ മുന്നിൽ വന്നു നിന്നാൽ താൻ ആദ്യം ആരെ നമസ്കരിക്കും. കവി പറയുകയാണ്, ഞാൻ ഗുരുവിനെ നമസ്കരിക്കും. എല്ലാം തരുവാൻ കെൽപ്പുള്ള, തൻ്റെ അഭീഷ്ടങ്ങളെല്ലാം ചെറുനിമിഷം കൊണ്ട് നൽകുവാൻ കഴിവുള്ള ഈശ്വരൻ അടുത്ത് നിൽക്കുമ്പോൾ എന്തിനാണ് ഗുരുവിനെ നമസ്കരിക്കുന്നത്? ഈശ്വരനെ അല്ലേ നമസ്കരിക്കേണ്ടത്? അവിടെ വീണ്ടും കവി പറയുകയാണ്, ഈ ഗുരു ഇല്ലെങ്കിൽ എനിക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഈശ്വരനിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള പാത തെളിച്ചു തന്നത്, വെളിച്ചം പകർന്നു തന്നത്, അറിവ് നൽകിയത് ഗുരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഗുരുവും ഈശ്വരനും തൻ്റെ മുന്നിൽ വന്നു നിന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും. ഇതാണ് ഭാരതത്തിൻ്റെ പ്രത്യേകത. ഇത്തരത്തിൽ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിനമായിട്ടാണ് ഈ ഗുരുപൂർണിമ അല്ലെങ്കിൽ വ്യാസപൂർണിമ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആചരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഗുരുക്കന്മാരുണ്ട്.
ഇനി ഗുരുക്കന്മാരില്ലെങ്കിൽ തന്നെ ഈ സർവചരാചരങ്ങളും ഗുരുക്കന്മാരാണ്. ഈ സർവചരാചരങ്ങളും ഗുരുക്കന്മാരാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അവനവൻ തന്നെയാണ് ഗുരു എന്ന തലത്തിലേക്ക് ഉയർത്തപ്പെടുന്ന വിധത്തിൽ ആ ഗുരുകാരുണ്യം നമ്മളിൽ ഗുരുവിൽ നിന്ന് വരേണ്ടതുണ്ട്. ആ ഗുരുവിൽ നിന്ന് നമ്മൾ ആ വിധത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും തൻ്റെ ഗുരുവാണ് എന്ന ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ തന്നെ സർവചരാചരങ്ങളെയും ഗുരുവായി കാണുന്നത് പോലെ തന്നെ അവനവൻ്റെ ഗുരുവാണ്. കാരണം ഉദ്ധരേതാത്മനാത്മാനം എന്ന് പറയുന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ വരികൾ നമുക്ക് ആ ദർശനമാണ് നൽകുന്നത്. അവനവൻ്റെ വഴി തെളിക്കേണ്ടത് അവനവനാണ്. അവനവൻ്റെ ശ്രേഷ്ഠതയ്ക്ക് കാരണം അവനവനാണ്. അവനവൻ്റെ അധപ്പതനത്തിന് കാരണം അവനവനാണ്. അപ്പോൾ തൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും ശക്തിയെ ആവാഹിച്ചുകൊണ്ട് സ്വയം ഗുരുവായി തീരുക. സൂര്യൻ എപ്രകാരമാണോ സ്വയം എരിഞ്ഞുകൊണ്ട് സമൂഹത്തിനാകമാനം പ്രകാശം നൽകുകയും ഊർജം നൽകുകയും ചെയ്തുകൊണ്ട് അതിനെ ചേതനയോടുകൂടി നിലനിർത്തുന്നത്, അതേപോലെ ഓരോ മനുഷ്യനും സ്വന്തം സമാജത്തെ അത് അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട്, നന്മയുടെ വെളിച്ചം പകർന്നുകൊണ്ട് ശ്രേഷ്ഠതയിലേക്ക് നയിക്കുവാൻ കെൽപ്പുള്ള അവസ്ഥയിലേക്ക് മാറണം എന്നുള്ളതാണ് ഈ ഗുരുപൂർണിമ എന്നുള്ള നിലയ്ക്ക് ആ ദിനം നമ്മളെ എല്ലായ്പ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. ആ വിധത്തിൽ ഓരോ വ്യക്തിക്കും ഈ ഗുരുപൂർണിമ ദിനത്തിലൂടെ സാധിക്കട്ടെ. ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ ഓരോ വ്യക്തിയും ഉയരപ്പെടട്ടെ. സ്വസമൂഹത്തെ ശരിയായ വിധത്തിൽ, ശരിയായ വെളിച്ചത്തിൽ, അറിവിൻ്റെ പാതയിലേക്ക്, നന്മയുടെ പാതയിലേക്ക്, ജാതി, മതം, വർഗം, വർണ്ണം മുതലായ സീമകൾക്ക് അപ്പുറത്തേക്ക് ഈശ്വരീയമായ തലത്തിൽ എല്ലാ പേരെയും നന്മയിലൂടെ നയിക്കുവാൻ ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന മഹത്തരമായിട്ടുള്ള മന്ത്രം, ആ മന്ത്രത്തിൻ്റെ അർത്ഥവ്യാപ്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഏവർക്കും ജീവിക്കുവാൻ സാധിക്കണമെന്നാണ് ഓരോ ഗുരുപൂർണിമാ ദിനവും ഓരോ വ്യാസപൂർണിമാ ദിനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചിന്തയോടുകൂടി നമ്മൾ സകല ഗുരുക്കന്മാരെയും സദാശിവ സമാരംഭാം, സാക്ഷാൽ പരമശിവനിൽ നിന്ന് ആരംഭിച്ച് മഹത്തായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ തൻ്റെ ഗുരുവിലേക്ക് എത്തിച്ചേർന്ന് ആ ഗുരുവിൽ നിന്ന് തനിക്ക് ഉൾക്കൊള്ളാവുന്ന അറിവുകൾ സ്വീകരിച്ച് താൻ തൻ്റെ ഗുരുവാണ്, താൻ തൻ്റെ വെളിച്ചമാണ് എന്ന മഹത്തരമാർന്ന അറിവിലൂടെ മുന്നോട്ട് എല്ലാവർക്കും പോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും ഗുരുപൂർണിമാ ദിന, വ്യാസപൂർണിമാ ദിന ആശംസകൾ നേരുന്നു. നമസ്തേ.